ഹായ്, ഇന്ന് ഇവിടെ ബർത്ത്ഡേ ആണ്, അതാണ് പറയാൻ പറ്റുന്നത് കേട്ടോ. ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഏട്ടൻ പറഞ്ഞതുപോലെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കൽപ്പാത്തി അമ്പലത്തിൽ പോവാണ് തൊഴാനായിട്ട്. ഇതന്നെയാണ് ബർത്ത്ഡേ ആഘോഷം. അമ്പലത്തിൽ പോവുക, തൊഴുതുക, പിന്നെ കുറച്ച് നേരം ആ പുഴേൻ്റെ സൈഡൊക്കെ പോയിട്ടിരിക്കുക, ഫ്രീ ആയിട്ട് കുറച്ച് നേരം ആ തണുത്ത കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം. അപ്പം അമ്പലത്തിൽ വന്നാലും ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോകുന്നത് ഒരു സുഖമാണ്, വേറെ തന്നെയാണ്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അമ്പലത്തിൽ വെടിവഴിപാടാണ്. അല്ല, അവിടെയുള്ള ചേച്ചിമാർ തുണി അലക്കുന്നതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ ഇനി വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ പണി കിട്ടുന്നറിയാം. കാരണം അവിടെ കുറേ പേര് കുളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അധികം സമയം നിൽക്കാതെ തന്നെ ഞങ്ങൾ വന്നു. കുളിക്കാൻ നല്ല സുഖമായിരിക്കില്ലേ? ഈ നേരത്തെ കുളിക്കാം, രാവിലെ കുളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. നമ്മൾ ഒരുമിച്ചുള്ള എന്ത് കാര്യത്തിനും ഒരു സെൽഫി എന്തായാലും ഉണ്ട്. സെൽഫി ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് എന്താ സൗണ്ട് കേൾക്കുക? എല്ലാവരും കുളിക്കുകയാണ്, അപ്പുറത്തെടുത്ത പണിയാവും. ഇനി ഇവിടെ അധികം നിന്നതെന്ന് വെച്ചാൽ ശരിയാവില്ല. കാരണം അവർ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഇനി ആരെങ്കിലും കണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. ഓട്ടോനെ കൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ഓടോ ഡയലോഗ് പറഞ്ഞ് ആരുടെയോ വണ്ടി എടുത്തിട്ട് വന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നു. വയ്യടാ, അതാ നിൽക്കും ഓട്ടോ, ഇവിടെ അതാ നിൽക്കണം ഓട്ടോ. എപ്പോഴുള്ള പരിപാടിയാണിത്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് പകുതിക്ക് വെച്ച് പെട്രോൾ തീർന്നിട്ട് വണ്ടി നിൽക്കും. എന്നിട്ട് അർജൻറ്റായിട്ടുള്ള സ്ഥലമായി ഞങ്ങൾക്ക് പോയേ പറ്റുള്ളൂ. കാരണം സമയമാവും, അവിടെ കുറച്ച് സമയമുള്ളൂ അർച്ചന ചീട്ടൊക്കെ എടുക്കാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ ഏട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി എടുത്തിട്ട് പോയി. ഭയങ്കര ചൂട് തിരിച്ച് വരുമ്പോൾ. അധികം സമയം ആയിട്ടില്ലെങ്കിൽ കൂടി ഭയങ്കര ചൂട്. അപ്പോൾ അതുകൊണ്ട് ഫാനൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് നിന്നതിന് ശേഷം ഇനി ബാക്കി എന്തെങ്കിലും പരിപാടിയുള്ളതെന്ന് കൊണ്ട് നിൽക്കുകയാണ്. മഴ പെയ്തതെന്ന് വെച്ചാൽ നല്ല തണുപ്പും, വെയിലാണെങ്കിൽ അതുപോലെ നല്ല ചൂടുള്ള സ്ഥലമാണ് പാലക്കാട്, അറിയാമല്ലോ. ഇപ്പം സമയം 10:30 ആയിട്ടുള്ളൂ. പക്ഷെ നട്ടുച്ച നേരത്തുള്ള ചൂട് എങ്ങനെയുണ്ട്? അത്ര ചൂടുണ്ട്. പുറമേ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ കണ്ട വെയിൽ, നല്ല വെയിലാണ്. ആ വെയിൽ ഉള്ളിലേക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. പിന്നെ പുറത്തുനിന്ന് പോയിട്ട് വന്നതല്ലേ. ഓട്ടോയിലാണെങ്കിൽ ഇങ്ങനെ വെയിലൊന്നും കൊള്ളണ്ട. പക്ഷേ ബൈക്കിലൊക്കെ വരുന്ന സമയത്ത് സ്കൂട്ടിയിലായിരുന്നു പോയത്. അപ്പോൾ അതിൻ്റെ ഒരു ചൂട് എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നേരമായിട്ട് ഞാൻ വിളക്ക് വെച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ബായ്.